അലർജിയുടെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ക്ഷീണവും അതോടൊപ്പം തളർച്ചയും അനുഭവപ്പെടുന്നുണ്ടോ? എന്താണ് അതിന് കാരണം? അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അലർജിയുള്ള ആളുകൾ പൊതുവെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശക്തമായിട്ടുള്ള തുമ്മലും മൂക്കൊലിപ്പ്, അതുപോലെ തൊലിപ്പുറത്തുള്ള അലർജി ആയിക്കോട്ടെ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് രാത്രി ഉറക്കം വളരെയധികം കുറവായിരിക്കും. അപ്പോൾ പകലൊക്കെ അവർക്ക് കൂടുതലായിട്ട് ഉറങ്ങാൻ തോന്നുക, ഒരു തളർച്ച കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി കൂടുതലായിട്ട് ഈ അലർജൻസിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കൂടുതലായിട്ട് ഊർജ്ജം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി കൂടുതലായിട്ട് വീക്ക് ആയിട്ട് കാണപ്പെടുന്നു. ഇത് മാത്രമല്ല, ഇപ്പൊ മൂക്കൊക്കെ അടഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവും നല്ല രീതിയിൽ കുറവായിരിക്കും. ഈ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് വഴി തന്നെ ശക്തമായിട്ടുള്ള തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു അലർജിയുടെ അറ്റാക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ വാരി വലിച്ച് കഴിക്കാതിരിക്കുക. ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ ഹൈഡ്രേഷൻ, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് വഴി തന്നെ നമുക്ക് ഈ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ, അതിനുശേഷമുള്ള ക്ഷീണം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. കരിക്കൻ വെള്ളമൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. വെജിറ്റബിൾ സൂപ്പൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി തന്നെ നമുക്ക് ക്ഷീണം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എഗ് ഒക്കെ കഴിക്കാം. എഗിനോട് അലർജിയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഡേറ്റ്സ് ഒക്കെ കഴിക്കുന്ന വഴി തന്നെ ആ ഒരു ക്ഷീണം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ആണ് ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് വഴി നമുക്ക് ഈ ക്ഷീണം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ കൂടുതൽ കെയർ ചെയ്യേണ്ടതാണ്. ബദാം, വാൾനട്ട് ഒക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പേരക്ക അതുപോലെ നല്ലൊരു ഓപ്ഷനാണ്. നല്ല രീതിയിൽ തന്നെ ഫൈബർ കണ്ടന്റ്, വിറ്റാമിൻ സി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതാണ്. ബനാന നിങ്ങൾക്ക് കഴിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന വഴി തന്നെ നിങ്ങൾക്ക് ക്ഷീണം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതാണ്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെറിയ രീതിയിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് ഉണ്ട്. ഒരു മൂക്ക് ക്ലോസ് ചെയ്തിട്ട് മറ്റേ മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് മൂക്കിലൂടെ ശ്വാസം വിടുന്ന ഒരു പ്രക്രിയയാണ്. രണ്ട് മൂക്ക് മാറി മാറി ചെയ്യേണ്ടതാണ്. നമ്മൾ നാഡീശോധൻ, പ്രാണായാമം എന്ന് പറയും. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെത്തുന്ന ഓക്സിജന്റെ കണ്ടന്റ് കൂടുതലായിട്ട് കൂടുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തളർച്ചയും ക്ഷീണവും ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതാണ്.